ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ ഒരു ദിവസത്തിലെ ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രഭാതങ്ങളുമാണ്. പുതിയൊരു തുടക്കം അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെയുള്ള പുതിയൊരു ദിവസം. രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ഒരാളൊന്നല്ല കേട്ടോ ഞാൻ. പക്ഷേ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് തന്നെയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്തോറും എനിക്ക് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാത്രമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കായി കുറച്ച് സമയം വേണം. അതിനു വേണ്ടിയാണ് രാവിലെ ഈ 5 മണിക്കുള്ളൊരു മോർണിംഗ് റൊട്ടീൻ ഞാൻ മോർണിംഗ് റൊട്ടീനിലേക്ക് മാറാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. എനിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്നാണിത്. എൻ്റെ മനസ്സിനെ ഹാപ്പിയാക്കുക, എൻ്റെ ക്ഷേമത്തിന് മുൻഗണന നൽകുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ ഒരു ദിവസത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ ഒരു ടൈം എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് രാവിലെ ഒരു 8 മണിക്ക് മുമ്പായി ചെയ്തു തീർക്കുന്ന എൻ്റെ ജോലികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്കുള്ള ഈ ഒരു മോർണിംഗ് റൂട്ടീൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നതോട് കൂടിയിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിലെ സകല പണികൾ എനിക്ക് ചെയ്ത് തീർക്കാനും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്കുള്ള ഈ മോർണിംഗ് റൂട്ടീനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത്ര ഉറക്കം ആദ്യം ലഭിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം 5 മണിക്ക് എഴുന്നേൽക്കുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. ഞാൻ രാവിലെ വളരെ സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കാറ്. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ വളരെ നിശബ്ദമായിട്ടാണ് മുറിയിൽ നിന്ന് ഇറങ്ങാറ്. അതായത് രാവിലെ ഓരോരുത്തർക്കും ഓരോരോ ടൈമായിരിക്കില്ലേ, ഉറങ്ങേണ്ട ടൈം, ഉറങ്ങി എണീക്കേണ്ട ടൈം. എനിക്ക് വേണ്ടി കുറച്ച് സമയം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ എണീക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർ. അവർക്ക് ഒരു പക്ഷേ ഒരുപാട് സമയം ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ രാവിലെ അത്ര നേരത്തെ എണീക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കില്ല. അപ്പം നമ്മൾ എന്തിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം? നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ ആവശ്യമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പതിയെ ഞാൻ എണീറ്റ് വരികയാണ് ചെയ്യുക. കാരണം ഈ ഉറക്കത്തിൽ നിന്ന് ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഇപ്പം ഞാനിത് ശീലം ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മുൻപൊക്കെ എനിക്ക് നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടിട്ട് എണീക്കേണ്ടി വന്നാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കാര്യമല്ലേ. അപ്പോൾ കഴിയണതും ഞാൻ എണീറ്റ് വരുമ്പോൾ വളരെ നിശബ്ദമായിട്ട് ആരെയും ഉണർത്താതെയാണ് ഞാൻ എണീറ്റ് വരാറ് ട്ടോ. റൂമിൽ ഞാൻ തനിയെ കിടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് അപ്പം തന്നെ ബെഡും ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി ഇടാൻ പറ്റാറില്ല. പിന്നെ മോളും ചേട്ടനൊക്കെ വർക്കിന് പോയി, മോള് സ്കൂളിൽ പോയി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റൂമൊക്കെ ക്ലിയർ ആക്കാറ്. ബെഡും ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കിയിട്ട് ഇടാറ് കേട്ടോ. എണീറ്റ് വരുന്ന സമയത്ത് എനിക്കതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ആ സമയത്ത് കുളിക്കാറില്ല. കാരണം ആ സമയത്ത് ബാത്റൂമിലൊക്കെ കയറി അവർ സൗണ്ടൊക്കെ ഇതായി ആകുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പം ഞാൻ ആ സമയത്ത് കുളിക്കാറില്ല. എന്നാലും ഞാനൊന്ന് ഫ്രഷാവും. ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് നന്നായി കെട്ടി അങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് തന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് വരാറ്. പിന്നെ നമ്മൾ എണീറ്റ ഉടനെ ഒന്ന് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് വരിക അങ്ങനത്തെ ഒരു പതിവ് എനിക്കില്ല കേട്ടോ. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോകും. പുറത്ത് പോകാമെന്ന് മീൻസ് സിറ്റ് ഔട്ട് വരെ പോകും. പിന്നെ ഇരുട്ടാണല്ലോ, അപ്പം മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് പേടിയാണ്. അല്ലെങ്കിൽ ടെറസിലൊക്കെ ഒന്ന് പോയി കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച്, നമുക്ക് മുന്നേ പിന്നെ പക്ഷികളൊക്കെ എണീറ്റുണ്ടാവില്ല, നല്ല പക്ഷികളുടെയൊക്കെ നല്ല നല്ല ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നേരമൊക്കെ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരാറ്. ആദ്യമൊക്കെ എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര മടിയായിരുന്നു ട്ടോ. പണികളൊക്കെ ചെയ്യും, പക്ഷേ ഒന്നിനൊരു ഉഷാറില്ല. ആർക്കോ വേണ്ടി ചെയ്ത് തീർക്കുന്ന പോലെ ആയിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണികളായിരിക്കും. കാരണം എന്താ, ഒന്നിനൊരു ഓർഡർ ഇല്ല. കാരണം നമ്മൾ ഒരു പണി അടുക്കളയിലെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ക്ലീനിങ്ങിലേക്ക് നിൽക്കാം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട വർക്കിനെല്ലാം ഒരു പ്ലാനിങ്, ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൂൾ വൈബിൽ അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആർക്കോ വേണ്ടി ചെയ്യുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുക, ഒരു ഓർഡർ ഇല്ലാത്തൊരു ലൈഫ് തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ ലൈഫ് എനിക്ക് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്ന് തോന്നി തുടങ്ങി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, എപ്പോഴും പോസിറ്റീവായിരിക്കണം, ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ. പക്ഷേ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഇതിപ്പം തുടങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ലൈഫ് റീസെറ്റ് ചെയ്ത് വന്നപ്പോൾ
എനിക്കൊരു കാര്യം ഉറപ്പായിട്ടോ, നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം. നമ്മളെക്കൊണ്ട് എല്ലാം സാധിക്കും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് പറ്റുമോ? എനിക്കത് ചെയ്യാൻ കഴിയുമോ? എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഒരു കാര്യം, ഒന്നും ഈസി അല്ല. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ലൈഫ് റീസെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം ഉറപ്പിക്കാൻ, നമ്മളെക്കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നെയ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിയും സാമ്പാറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശ ഒരു ഭാഗത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് തന്നെ സാമ്പാർക്കുള്ള പച്ചക്കറികൾ കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പാറിനെ നമുക്ക് ഉച്ചയ്ക്കും എടുക്കാം കേട്ടോ. ഉച്ചയ്ക്കും കൂടിയുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മൾ ഈ സങ്കടപ്പെട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അനുഭവപ്പെടുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരുടെ ഉപദേശം നേടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ലൂസിഫറിലെ ഡയലോഗ് ഉണ്ടല്ലോ, ഉപദേശം നല്ലതാ വർമ്മ സാറേ. അതെ, ഉപദേശം നല്ലതാണ്. പക്ഷേ ഈ ഉപദേശികൾ പലപ്പോഴും നമ്മളെ ചൂഷണം ചെയ്യാനാണ് ഇരിക്കുക. നമ്മുടെ സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ കഴിയുന്നതും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഷെയർ ചെയ്യാം, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ ടെൻഷനൊക്കെ കേട്ടിരിക്കും. അത് കേട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തി തരും. അങ്ങനെ ഉറപ്പുള്ളവരോട് നമുക്ക് പറയാം. അല്ലാതെ പറയുന്നതൊക്കെ നമുക്ക് തന്നെ അത് ലാസ്റ്റ് പണിയായിട്ട് മാറുക ചെയ്യുക. നമ്മൾ കഴിയുന്നതും ആരോടും പറയണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് സങ്കടവും ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ടെൻഷൻ എന്താണോ സങ്കടം എന്താണോ എന്നുള്ളത് ആ വൈറ്റ് പേപ്പറിൽ നല്ലതുപോലെ എഴുതുക. നമ്മുടെ ഭാഷയിൽ എഴുതുക. നമ്മുടെ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ അതിൽ എഴുതുക. വലിയ സാഹിത്യമൊന്നും കൊണ്ടുവരണ്ട. അതുപോലെ എഴുതിയിട്ട് നമ്മളൊരു 2-3 തവണ അതങ്ങ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 തവണ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അത്. അപ്പോൾ നമുക്ക് തന്നെ അതിന് കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് തന്നെ അതിനൊരു ആൻസർ കിട്ടും. കഴിയുന്നതും വലിയ വലിയ ടെൻഷനൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഇത് എന്താണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പറയാം. പക്ഷേ കഴിയുന്നതും നമുക്ക് വരുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇതുപോലെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ട് 2-3 തവണ അങ്ങ് വായിച്ചു നോക്കിയാൽ നമുക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടും. നമുക്ക് ആ വിഷമം മാറാനുള്ള ഒരു ആൻസർ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരുടെയും ചൂഷണത്തിന് ഇരയാവാതിരിക്കുക, കഴിയുന്നതും ആരോടും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമാണ് കേട്ടത്. നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് സങ്കടമായിട്ട് തോന്നുന്ന എന്ത് കാര്യത്തിൽ നിന്നാണെങ്കിലും, അത് ആളുകളിൽ നിന്നായിക്കോട്ടെ വാക്കുകളിൽ നിന്നായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ നിന്നാണെങ്കിലും നമ്മൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പിന്നെ ചില വ്യക്തികൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുക, അത്രയും ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യാറ്. നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല, പോകേണ്ട അവസ്ഥകൾ ആവശ്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ കഴിയുന്നതും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് തുടങ്ങിയാൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, വറ്റൽമുളക്, ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. സാമ്പാർ പിന്നെ കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ ചോറിനുള്ള വെള്ളം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ആദ്യമൊക്കെ എണീറ്റ് ഉടനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെയാണ് അടുപ്പത്ത് വയ്ക്കുക. ഇപ്പം ഞാൻ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിട്ട തുടങ്ങിയതോടുകൂടി എണീറ്റ് ഉടനെയുള്ള തീ പിടിപ്പിക്കൽ അങ്ങ് നിർത്തിയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തീയൊക്കെ പിടിപ്പിക്കുക. കാരണം ഇവിടെ ചുറ്റുവട്ടത്ത് അധികം ആളുകൾ ആ സമയത്ത് എണീക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിച്ച് പുകയൊക്കെ പോവുക. അപ്പോൾ അത് വേണ്ട, കുറച്ച് നേരം ഒന്ന് പുലർന്നതിന് ശേഷം മതി തീ പിടിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരിക്കണം. ചായ, ദോശ, ഇനിയിപ്പോൾ ചമ്മന്തി അരച്ചെടുക്കണം. പിന്നെ സാമ്പാർ കുക്കറിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മോളെ പോയിട്ട് വിളിക്കുക. മോളെ പോയിട്ട് വിളിച്ചുണർത്തണം. കാരണം ഇനിയിപ്പോൾ എക്സാം ടൈമൊക്കെ ആയി, രാവിലെയൊക്കെ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ വേണം. രാവിലെ ഞാൻ കുറച്ചേരം ഇരുന്നാലാണ് അവൾ പഠിക്കുക. അപ്പം ഞാൻ ഹാളിൽ അവളിരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് കേൾക്കാം, അവളോട് ഞാൻ ഉറക്കം അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇനി പോയിട്ട് കുട്ടീനൊക്കെ ഒന്ന് വിളിക്കാം. കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവളായിട്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന്, അവൾക്കും ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുക. കാരണം ഒരുപാട് സമയം അങ്ങനെ കിടന്നതല്ലേ, റൂമിനകത്ത് അങ്ങനെ കിടക്കണതല്ലേ. അപ്പം ഞാൻ അവളായിട്ടും കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കും. ഞാൻ ആദ്യമൊക്കെ മോളിനൊക്കെ വിളിക്കുമ്പോൾ ഞാനും നേരം വൈകിട്ട് എണീക്കും, കുട്ടികളും നേരം വൈകിട്ട് എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ കുട്ടികളെ തീർക്കും. എണീക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു മോളെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു കസിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ദേഷ്യം വരുമ്പോൾ 2 ടിപ്പാട്ടോ പറഞ്ഞെന്നുള്ളത്. അതിലത്തെ ഒരു കാര്യം, ദേഷ്യം വരുമ്പോൾ നീ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, പറ്റില്ല എന്നാലും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു ഇത് പോസിബിളായ കാര്യമാണോ? എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ ചിരിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് ഓരോരോ ഫീലിംഗ് അതുപോലെ തന്നെ പുറത്തേക്കല്ലേ അതുപോലല്ലേ വരിക. നമ്മൾക്കെങ്ങനെ ദേഷ്യം വരുമ്പോൾ ചിരി വരിക? അപ്പം ഞാൻ കുറച്ചിങ്ങനെ കൺഫ്യൂഷനായിരുന്നു. എങ്ങനെ ഇത് പറ്റും? പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ഒന്ന് ചെറിയ പുഞ്ചിരി നമ്മുടെ മുഖത്ത് കൊണ്ടുവന്ന് നോക്കിയേ നമുക്ക് ആ ദേഷ്യം പതുക്കെ ഇല്ലാതാവും. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിനോടാണോ ദേഷ്യം വന്നിട്ടുള്ളത് ആ ദേഷ്യമുള്ള കാര്യം നമ്മളൊരു പേപ്പറിൽ എഴുതുക. എനിക്ക് എല്ലാ കാര്യവും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ടെൻഷനാണെങ്കിലും എല്ലാ കാര്യവും ഞാനൊരു പേപ്പറിൽ എഴുതുകയാണ് കേട്ടോ ചെയ്യുക. ആ ഒരു കാര്യം നമ്മൾ അവരോട് എങ്ങനെ ദേഷ്യമുള്ള ആളോട് നമ്മളെ എങ്ങനെ നമ്മുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യണോ അതുപോലെ നമ്മൾ പേപ്പറിൽ എഴുതുക. എഴുതി കഴിഞ്ഞ് നമ്മൾ ഒരു തവണ രണ്ട് തവണ വായിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യം. അപ്പോൾ ഈ 2 ടിപ്പ് ദേഷ്യം കുറയാനുള്ള 2 ടിപ്പാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെട്ട് ഭയങ്കര അവരെ എണീക്ക് കുളിക്ക് സ്കൂളിൽ പോവുക അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പിടിപ്പിച്ച് നമുക്ക് ദേഷ്യപ്പെട്ട് നമ്മൾ അവരെ വിളിച്ച് അവരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ ആരുമില്ല. കുട്ടികൾ സ്കൂളിൽ പോയി. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും നമ്മുടെ ഉള്ളിൽ അല്ലേ? ഞാനൊന്ന് എന്തിനാ അങ്ങനെ പറഞ്ഞത് പാവം എൻ്റെ കുട്ടി. അത് മാത്രമല്ല നമ്മൾ കുട്ടികൾ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവിടെ ഇവിടെയൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴും നമുക്ക് ടെൻഷനാവും അല്ലേ? നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്തിനെങ്കിലും കാര്യത്തിന് നമ്മൾ ദേഷ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എല്ലാ അമ്മമാരും അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്തിനാ സ്വയം വിഷമങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കഴിയുന്നതും കുട്ടികളോട് ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെട്ടാൽ തന്നെ ഞാൻ കാര്യം അവളോട് പറയും ഇന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ദേഷ്യം കുറയും. എന്തിനാ അമ്മ ദേഷ്യപ്പെട്ടെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് നല്ല രീതിയിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിൽ എഴുതുക. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദേഷ്യം എന്തായാലും അവരോടുള്ള ദേഷ്യം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ആ ദേഷ്യം ഇല്ലാതാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒന്ന് പറയുക അവരോട് തോന്നിയ ദേഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിൽ 2 തവണ പറഞ്ഞാൽ അവരോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോകും. അത് അനുഭവമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യം പോവാനായിട്ട് ഞാൻ സ്വീകരിക്കുന്ന 2 മാർഗ്ഗങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. സാമ്പാർ ഞാൻ കടുക് വറുത്തിട്ടു. ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ചോറൊന്ന് ഊറ്റി അതൊന്നും വെക്കണം. പിന്നെ ഇന്ന് സാമ്പാർ മീൻ വറക്കാനുണ്ട് കേട്ടോ. മീനും കൂടെ ഞാൻ വറുത്ത് വെക്കും. ഞാൻ ആദ്യമൊക്കെ ചോറുണ്ണാൻ സമയത്താണ് ഞാൻ വറുത്തെടുക്കുക. പക്ഷേ എനിക്ക് ചില സമയത്ത് ചോറുണ്ണാനുള്ള ആ ഒരു സമയത്ത് മീൻ വറുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട ഇനി ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. കറി ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ മീൻ അതുപോലെ അവിടെ വെക്കും, വറുക്കില്ല. അപ്പോൾ ഞാൻ ആദ്യമേ അതെല്ലാം അങ്ങ് വറുത്ത് വെക്കും. ചൂടോടുകൂടി കഴിക്കണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ അതും അങ്ങ് വറുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ വീതന ഉണ്ടല്ലോ അടുപ്പിൻ്റെ വീതന അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടണം. നമ്മളെപ്പോൾ അടുക്കളയത്തെ പണി രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എപ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിലെ അടുക്കള എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ വീതന ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ നമ്മുടെ വീടൊരു ചെറിയ വീടാണ്. അപ്പോൾ പെട്ടെന്നൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളൊരു സ്ഥലം നമ്മുടെ അടുക്കളയൊക്കെയാണ്. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും അടുക്കള തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അടുക്കള നീറ്റാക്കിയിടണം. ഈ ഒരു വീടായിക്കോട്ടെ ഏത് വീടാണെങ്കിലും ആളുകൾക്ക് അടുക്കള കാണുക എന്നുള്ളത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും അടുക്കള നല്ല നീറ്റാക്കിയിട്ട് ഇടുക. അപ്പം ഞാൻ ആ വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഗ്യാസിൻ്റെ മേലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവൾക്ക് മുടി കെട്ടി കൊടുക്കാനുണ്ടായിരിക്കും. പിന്നെ എനിക്ക് അവൾ ടൈം ടേബിൾ നോക്കി എടുത്ത് വെച്ചാലും എനിക്ക് ഒന്നുകൂടെ ബാഗ് ഒന്ന് നോക്കി എനിക്കൊന്ന് തൃപ്തി വരണം. അവളുടെ ബാഗൊക്കെ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ അതെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. 8 മണി 8:15 അപ്പോഴത്തേക്കും നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് പോയിട്ട് കുളിക്കുക, ലച്ചുവിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു പണികൾ. ബാക്കിയെല്ലാം കഴിഞ്ഞു. എനിക്കിനി എൻ്റേതായ സ്റ്റിച്ചിങ് ഉണ്ട്, കുറച്ച് എഴുതാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങോട്ട് പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.